ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 304 പോയിന്റും S&P 34 പോയിന്റും നസ്ഡാക്ക് 189 പോയിന്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 45 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും ഒരു ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ബോഡി ഉണ്ട്. എന്നാലും രണ്ട് സൈഡിലും വിക്ക് വന്നിട്ടുണ്ട്. സ്ട്രോങ് ബൈയിങ്ങും സെല്ലിങ്ങും തന്നെയാണ്. എങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നൊരു റിക്കവറി മോഡലാണ് മാർക്കറ്റുള്ളത്. ഷുവറായിട്ടും മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,652, 25,818. മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടേ താഴോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകൂ. എന്തായാലും മാർക്കറ്റ് ഈ ലെവലിലോട്ട് 25,652, 25,818 ലെവല് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇന്നല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തും. നമുക്ക് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് CPRലോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലാണ് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടിയത്. മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വന്നെങ്കിലും ആദ്യത്തെ 15 മിനിറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി. മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി പിന്നീടാണ് താഴോട്ട് മാർക്കറ്റ് വന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവായിട്ട് പ്രീ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയൊരു കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞത് വ്യൂ തെറ്റിയതുകൊണ്ടാണ്. കാരണം 15 മിനിറ്റിൽ മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ വന്നിട്ട് ഇട്ട കമൻറ്റുകളെല്ലാം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. നിങ്ങൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ കാണുന്നവർ വിചാരിക്കും എനിക്ക് വേണ്ടിയിട്ട് ഇടുന്ന കമൻറ്റുകളാണെന്ന്. പ്രീ മാർക്കറ്റിൽ എന്താണോ പറയുന്നത് അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻ്റ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ആയാലും ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് വീഡിയോ കാണുന്നവർ കമൻ്റ് ഇട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെ എന്തുകൊണ്ടൊരു റിജക്ഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. കാരണം അവിടെ ഒരു റിജക്ഷനുള്ള ഒരു പിവറ്റ് പോയിന്റോ അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൽ നിന്ന് മുകളിലോട്ടൊരു ഫേക്ക് ബ്രേക്കൗട്ട് കൊടുത്തിട്ട് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. മാർക്കറ്റ് പലവട്ടം അവിടെ നിന്ന് മാർക്കറ്റ് ഫില്ല് ചെയ്ത ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് പലവട്ടം സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ അവസാനം ചെറിയൊരു ഷോർട്ട് കവറിങ് നടത്തിയത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ജസ്റ്റ് ഒന്ന് താഴോട്ട് വയ്ക്കുകയാണ്. ഇന്നലത്തെ ഹൈ 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇന്നലത്തെ ഈ ഒരു ലെവല് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. എവിടെയെങ്കിലും ആയിരിക്കും 400 ലെവലിൽ തൊട്ട് താഴെ എവിടെയെങ്കിലും ഒരു ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. 15 മിനിറ്റിൽ 25,427 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. അഥവാ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ 25,427 ലെവലിൽ റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഇന്നലത്തെ ആ ഒരു ഈ ഓപ്പണിംഗ് ലെവലിലോട്ട് 25,332 മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്.
നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമുക്ക് ഇതിന് മുകളിൽ ഒരു ഹൈ കിട്ടിയതിന് ശേഷം തിരിച്ച് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലോയ്ക്ക് മുകളിൽ തന്നെ മാർക്കറ്റ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളത്. അപ്പം ഇന്ന് ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ല ഇവിടെ നിന്നൊരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് താഴോട്ട് ഈ ഒരു ലോയ്ക്ക് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ട്രെൻഡ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ കാണുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റിക്കവറി മോഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഇപ്പം കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുന്നുണ്ട്, മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്. മാർക്കറ്റ് എപ്പോഴും ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എപ്പോഴും ഒരു ഡൗൺ ട്രെൻഡ് ഉള്ള സമയത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ വരും, മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഡൗൺ വരും, പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു റിക്കവറി നടക്കും. അടുത്ത ദിവസം വീണ്ടും താഴോട്ടൊരു ഓപ്പണിംഗ് വരും, പിന്നെ വീണ്ടും നമുക്കൊരു ലോവർ ഹൈക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, അടുത്ത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യും, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇവിടെ നിന്നൊരു സ്വിങ് ഉണ്ടാവും ഇല്ലേ. മാർക്കറ്റിൽ അങ്ങനെയാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. ഇത് ഡൗൺ ട്രെൻഡിലാണ്. പക്ഷേ അപ് ട്രെൻഡിലോട്ട് പോകുമ്പോഴെന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തരികയും പിന്നെ ഒരു താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത് വീണ്ടും ഒരു ഹൈക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് കയറിപ്പോവും. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബേസ്ഡ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും, അടുത്ത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും. ഇത് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ സൂചനയാണ്. അതാണ് നമുക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഹൈ വന്നു, ലോ വന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് വന്നു, ഒരു ഹയർ ലോ വന്നു, ലോവർ ലോയിലോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ഒരു ഹയർ ഹൈ തന്നിട്ട് വീണ്ടും ഒരു ലോയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആദ്യത്തെ സെഷൻ അപ് ട്രെൻഡ് ആയിരിക്കും, രണ്ടാമത്തെ സെഷൻ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അതാണ് മാർക്കറ്റിൽ അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം കൃത്യമായിട്ട് നോക്കുക. എപ്പോഴും ഒരു ഹയർ ഹൈ, ഇനിയിപ്പം വരാൻ പോകുന്നത് ചിലപ്പം ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഒരു ഹയർ ഹൈ തന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലോവർ ഹൈക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. അങ്ങനെ കയറി പോകുന്ന മാർക്കറ്റിന് മാത്രമേ ഒരു സ്ട്രക്ചർ ബേസ്ഡ് സ്ട്രോങ് ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ലോയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൈൻഡായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കയറിയിട്ട് നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യില്ല. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ചാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് താഴെ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ CPRലോട്ട് മാർക്കറ്റ് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ വ്യൂ തെറ്റിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. അപ്പോഴും പ്രതീക്ഷിച്ചത് എപ്പോഴും CPRൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെക്കൻഡ് റെസിസ്റ്റൻസിലോട്ട് പോകും. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു. ഞാനപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ CPRലോട്ട് പോകുമെന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് SL ഹിറ്റായിട്ടാണ് മുകളിലോട്ട് മാർക്കറ്റ് കയറി പോയിട്ട് പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു. പക്ഷേ CPRലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുമില്ല. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഇന്നലത്തെ ലോ വരുന്നതെന്ന് പറയുന്നത് മെനഞ്ഞാന്നത്തെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ മുകളിലാണ്. അവിടെ കൃത്യമായിട്ട് 3-4 വട്ടം മാർക്കറ്റ് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് അവസാനത്തെ 1 മണിക്കൂറിൽ ചെറിയൊരു ഷോർട്ട് കവറിങ് കൊടുത്തത്. CPR വെർജിൻ CPR ആണ്. മാർക്കറ്റ് ഇന്ന് ഈ ഒരു റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും വെർജിൻ CPR കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്നലത്തെ ലോയും പിന്നെ ഇന്നലത്തെ വെർജിൻ CPR വരുന്ന 25 ഒരു 100 ലെവൽ എന്ന് പറയുന്നത്, ഒരു 100-110 ലെവല് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് ഇന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഇന്ന് ഞാൻ 2 ലെവലേ വരച്ചിട്ടുള്ളൂ. മുകളിലോട്ട് 25 420 437, ഏറ്റവും താഴത്തെ ലെവൽ 25,162 25,144. ഇതിൻ്റെ താഴെയാണ് ഇന്നലത്തെ CPR വരുന്നത്. അത് വെർജിൻ CPR ആണ്. മാർക്കറ്റ് എപ്പോഴെങ്കിലും താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ലെവല് 25,162 25,144 ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞാലും തൊട്ട് താഴെ ഈ ഒരു വെർജിൻ CPR മാർക്കറ്റിന് സപ്പോർട്ട് കൊടുക്കും. ഇതിന് താഴോട്ട് പോയാൽ മാത്രമേ ട്രെൻഡ് മാറിയിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതിന് മുന്നേ തന്നെ ഇവിടെ നിന്നൊരു സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ CPR എന്ന് പറയുന്നത് നാരോ CPR ആണ്. 25,293 തൊട്ട് 25,320 വരെയാണ് CPR വരുന്നത്. 27 പോയിന്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് മിക്കവാറും ട്രെൻഡിങ് തന്നെയായിരിക്കും. 25,240 420 25,437 ഇത് മുകളിലോട്ട് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും മാർക്കറ്റിൽ ഇവിടെ ഒരു റിജക്ഷന് സാധ്യത ഉണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊരു റിജക്ഷന് സാധ്യതയുണ്ട്. 420 437 ലെവല് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും താഴോട്ട് വരാൻ തന്നെയാണ് സാധ്യത. CPRലോട്ട് CPR നാരോ CPR ആയതുകൊണ്ട് തന്നെ CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് 25,162 25,144 താഴത്തെ ടാർഗറ്റ് വരുന്നത്. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് നടത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.